ഡോക്ടർ മോഹൻ വർഗീസ്, കേരളത്തിൽ കോൺഗ്രസ് ഒരു പരിഹാസ്യ കഥാപാത്രമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ പോക്ക് പോയാൽ എവിടെ എത്തും? കോൺഗ്രസ് പുലിയാണ്, കടലാസ് പുലിയാണ് ചിലപ്പോഴെങ്കിലും. പുലിയാണ് എന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചിലപ്പോഴൊക്കെ നടക്കാറുമുണ്ട്. എപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളാണ്. അതുമാത്രമല്ല, ഒരു മാസ് പാർട്ടി എന്ന നിലയിൽ, ഒരു ആൾക്കൂട്ട പാർട്ടി എന്ന നിലയിൽ ശക്തമായ സംഘടനാ സംവിധാനങ്ങളുണ്ടെന്ന് പുറമേ തോന്നാമെങ്കിലും താഴെ തട്ടിൽ പ്രവർത്തനം പലയിടങ്ങളെപ്പോലെ കോൺഗ്രസിൻ്റേത് വളരെ, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ നേതാക്കളെല്ലാവരും വേദിയിൽ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ആൾക്കൂട്ട സംവിധാനത്തിൽ നിന്നും കുറച്ചുകൂടെ സെമി ഖെയ്ദർ ബേസിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച ശക്തനായ നേതാവാണ് കെ സുധാകരൻ. പക്ഷേ കെ സുധാകരൻ്റെ കസേര തന്നെ ഇന്ന് അസ്ഥിരമായിരിക്കുന്നു. കെ സുധാകരനെ പുറത്താക്കണം. കെ സുധാകരൻ പുലിയാണ്, അല്ലെങ്കിൽ ആയിരുന്നു. ഇപ്പോൾ പല്ലും നഖവുമൊക്കെ മൂർച്ച കുറഞ്ഞിരിക്കുന്നു. യാത്രയ്ക്കുള്ള ആരോഗ്യമില്ല. ഇനി അധികം അംഗങ്ങൾക്കുള്ള ബാല്യമില്ല. ഏറെ അംഗങ്ങൾ പോരാടിയ ചെകവരാണ് സുധാകരൻ. കണ്ണൂർ CPM-ൻ്റെ തേർവാഴ്ചയെ കോൺഗ്രസ്സുകാർ ഒരു പരിധിവരെ കായബലം കൊണ്ട് പോലും നേരിട്ട് നിന്ന ഒരു വീരേതിഹാസങ്ങൾ രചിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ DNA വ്യത്യാസമാണ്. എന്നാൽ VD സതീശൻ എന്നയാൾ കുറച്ചുകൂടി ധിഷണാശാലിയായ ആളാണ്, തന്ത്രശാലിയായ ആളാണ്. അദ്ദേഹത്തിന് വൈകി വന്ന സൗഭാഗ്യം, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരിക്കൽ പോലും മന്ത്രിയായിട്ടില്ല, ഒരിക്കൽ പോലും മറ്റ് പദവികളൊന്നും ലഭിച്ചിട്ടില്ല, AICCയുടെ തലപ്പത്തെങ്ങും വന്നിട്ടില്ല, KC വേണുഗോപാൽ ലഭിച്ച പോലെയോ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ച പോലെയോ ഒരു നാഷണൽ ഫിഗർ എന്നുള്ള രീതിയിലുള്ളൊരു ലിഫ്റ്റ് കിട്ടിയിട്ടില്ലാത്ത ഒരാളാണ് VD സതീശൻ. അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവാണല്ലോ, സ്വാഭാവികമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കിട്ടിയാൽ പരിഗണിക്കപ്പെടേണ്ടത്. അങ്ങനെയാണല്ലോ പാർലമെന്ററി ജനാധിപത്യം, അങ്ങനെയാണല്ലോ വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിൽ. അങ്ങനെയാണ് ഷാഡോ ക്യാബിനറ്റ്, പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന നിഴൽ മന്ത്രിസഭ. അവർക്ക് അധികാരമില്ല. പക്ഷേ അധികാരം ലഭിച്ചാൽ, പ്രതിപക്ഷത്തിന് ഭരണം ലഭിച്ചാൽ, അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് കൂടുതൽ നമ്പേഴ്സ് ലഭിച്ചാൽ, ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് ലഭിച്ചാൽ, അവരുടെ നേതാവായ VD സതീശനാകണമല്ലോ മുഖ്യമന്ത്രിയാകേണ്ടത്. ആ അപകടം മണത്തു. കോൺഗ്രസിനുള്ളിൽ തന്നെ അപായ മണികൾ മുഴങ്ങി. രമേശ് ചെന്നിത്തല പോലെയുള്ള ആളുകൾക്ക് ന്യായമായ ഒരു പ്രാതിനിധ്യം ലഭിക്കണമല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനങ്ങൾ ലഭിച്ചു. കേരളത്തിൽ മന്ത്രിസ്ഥാനം ലഭിച്ചു. ലോക്സഭയിൽ പല പ്രാവശ്യം അദ്ദേഹത്തിന് പോകാൻ പറ്റി. ഹൈക്കമാൻഡിനോട് അടുത്ത് നിന്നയാളാണ്. രമേശ് ചെന്നിത്തലയേക്കാൾ ജൂനിയറായ ആളാണ് VD സതീശൻ. പക്ഷേ ചെന്നിത്തലയ്ക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങണമെങ്കിൽ അവസാന ലെഗിൽ UDF-നെ നയിക്കേണ്ടത് KPCC പ്രസിഡന്റ് എന്ന നിലയിലല്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും പ്രതിപക്ഷത്തെ പ്രധാന മുഖം, പ്രധാന സ്വരം എന്ന നിലയിൽ നയിക്കേണ്ടത് ചെന്നിത്തലയാണ് എന്ന് മുതിർന്ന ചില നേതാക്കൾ ചിന്തിച്ചു. ജൂനിയർ നേതാക്കൾ ഈ VD സതീശനോടൊപ്പം ഗാൽവനൈസ് ചെയ്യപ്പെട്ടു. അതങ്ങനെയാണ്. അധികാരമെന്ന് പറയുന്നത് അനന്തമായ സാധ്യതയുടെ ഒരു കലയല്ലേ. ശർക്കരയിൽ ഈച്ച പറ്റുന്നത് പോലെ സ്വാഭാവികമായി ഒരു കാന്തത്തിലേക്ക് ഇരുമ്പിൻ്റെ പൊടി ഇങ്ങനെ അടുത്ത് വരുന്നത് പോലെ ഉപഗ്രഹങ്ങളായി ജൂനിയർ നേതാക്കൾ വന്നു. ജൂനിയർ നേതാക്കൾ വരുന്നതിനൊരു പ്രത്യേകത, രാഹുൽ ഗാന്ധിയുടെ ഒരു നയമാണ് ജൂനിയർ ആളുകൾക്ക്, യുവാക്കൾക്ക്, യുവതികൾക്ക്, ചെറുപ്പക്കാർക്ക് മുൻഗണന കൊടുക്കുക. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന് ജയിച്ചു വന്നാൽ, മിഷൻ 63 എന്നൊക്കെ പറയുന്നത് അതാണ്, 63ൻ്റെ നമ്പറൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ് പാർട്ടിയിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. 63 ഉള്ള നമ്പർ ഇത്രയും അപകടം പിടിച്ചൊരു നമ്പറാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ്. ഇപ്പോഴുള്ളത് 21 അതിൻ്റെ ഇരട്ടി 42. ഈ 21 അതിൻ്റെ ഇരട്ടി 42 ചേരുന്ന ഒരു നമ്പറാണ് 63. കോൺഗ്രസ് മത്സരിച്ച് ജയിക്കുന്ന സീറ്റുകളിൽ, മത്സരിക്കുന്ന 190 സീറ്റുകളിൽ മത്സരിച്ച് 63 സീറ്റിൽ വിജയിച്ചു വരും. ഒറ്റയ്ക്ക് വിജയിച്ചു വന്നാൽ ഏതാണ്ട് 71 എന്ന മാജിക് നമ്പറിനോട് അടുത്ത് വരെ എത്തുന്നു. അപ്പം അങ്ങനെയെങ്കിൽ ഘടകകക്ഷികളുടെ ശക്തമായ വിലപേശലിൽ നിന്നും മോചനം നേടാം. കോൺഗ്രസിൻ്റെ എക്കാലത്തും വലിയ നമ്പേഴ്സ് കിട്ടിയത് ആൻ്റണിയുടെ ഒരു കാലത്താണ്. 2001 ലഭിച്ച വലിയൊരു നമ്പർ, 100ഓളം നമ്പറുകൾ, അതിലേക്ക് എത്തി നിൽക്കാൻ UDF, കോൺഗ്രസിന് മാത്രമല്ല UDF-ൻ്റെ നമ്പേഴ്സ് അത്രയും എത്തി നിൽക്കാൻ
ഇപ്പോഴാണ് 127 സീറ്റിലെങ്ങാണ്ട് ഭൂരിപക്ഷമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഗ്രാഫിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ നിയമസഭാ സെഗ്മെൻറ്റുകളിൽ 127 എണ്ണം. അതൊക്കെ അത്രയും ആവർത്തിക്കാനാവില്ല. കാരണം LDFന് എങ്ങനെയും ജയിച്ചു വരാവുന്ന 40 സീറ്റുകളെങ്കിലും ഉണ്ട്. LDFന് CPM മാത്രമല്ല. ഈ VD സതീശൻ്റെ ഈ 63 എന്ന സംഖ്യയിൽ ഒരുപക്ഷെ ഘടകകക്ഷികൾക്കും അതൃപ്തി ഉണ്ടാകുമല്ലോ. ഇത് വിഷയം ഘടകകക്ഷികളല്ലായിരുന്നു അവിടെ വിഷയം. 63 എന്ന് VD സതീശൻ പറഞ്ഞത് ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ്. ആര് ചുമതലപ്പെടുത്തി? VD സതീശനെ ആര് ചുമതലപ്പെടുത്തി? അത് KPCC അല്ലേ ചെയ്യേണ്ടത്? KPCC പ്രസിഡന്റ് സുധാകരൻ അറിയാതെ, കോൺഗ്രസ് നേതാക്കൾ അറിയാതെ VD സതീശൻ സ്വന്തം ഭാവനാവിലാസം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞ നമ്പറാണോ, അതോ അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ ടീമിനെ വിട്ടുകൊണ്ട് നടത്തിയ നമ്പറാണോ? അത് UDF സമിതികളിൽ ഒന്നും പറയാതെ, അല്ലെ കോൺഗ്രസിൻ്റെ എങ്കിലും പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ സതുദ്ദേശത്തോടാണ് ചെയ്തതെന്ന് പറയുന്നു. തീർച്ചയായും ഒരാളുടെ സതുദ്ദേശം മറ്റു പലരും ദുരുദ്ദേശമായി കാണും. അതാണല്ലോ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം. കോൺഗ്രസിന് ശത്രുക്കൾ ഉള്ളിൽ തന്നെയാണ്. പുറത്തുനിന്ന് ശത്രുവിനെ നേരിടേണ്ട കാര്യമില്ല. ഉള്ളിൽ ആവശ്യത്തിന് ശത്രുക്കളുണ്ടല്ലോ, അതിനുശേഷം നോക്കിയാൽ മതി പുറത്തുള്ള ശത്രുക്കൾ. അതുകൊണ്ടാണ് സതീശൻ കൊണ്ടുവന്ന ആ ഒരു തിയറി, അതിനെ കാട്ടക വിരുദ്ധമായി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഇവിടെ വെറും VD സതീശൻ അല്ല ചോദ്യം ചെയ്യപ്പെട്ടത്, ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവായ VD സതീശൻ. അപ്പം പ്രതിപക്ഷത്തിൻ്റെ കുന്തമുന, പാർലമെൻറ്റിനകത്തും പുറത്തും ഭരണപക്ഷത്തിനെതിരെയുള്ള കുന്തമുനയാകേണ്ട VD സതീശൻ്റെ ചിറകുകൾ സംഘടനയ്ക്ക് ഉള്ളിൽ തന്നെ അരിഞ്ഞു വീഴ്ത്തുന്ന ഒരു സമീപനമുണ്ടായാൽ അദ്ദേഹത്തിന് ചിറകടിച്ച് പറക്കാനാവാതെ വരും. അങ്ങനെയാണ് VD സതീശൻ ഒരുപക്ഷെ ഖിന്നനായത്. കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കുള്ളിൽ പേപ്പറുകൾ ക്രുദ്ധനായി വലിച്ചെറിയുന്ന VD സതീശനെ കണ്ടു. അത് ഭരണപക്ഷത്തിനെതിരെയല്ല ഒരുപക്ഷെ ഇറങ്ങിയിരിക്കുന്നത്, സ്വന്തം ഒരു ഫ്രസ്ട്രേഷൻ, അതിൻ്റെ ഔട്ട്ലെറ്റാണ് ഒരുപക്ഷെ കണ്ടത്. അതുകൊണ്ട് VD സതീശൻ ശക്തനായ നേതാവാണ്. പക്ഷേ പോരാട്ടങ്ങളിൽ സുധാകരൻ്റെ ഏഴയലത്ത് വരില്ല. സുധാകരൻ നേരിട്ട് പോരാടി നിന്നയാളാണ്. CPMനെ സ്വന്തം CPMൻ്റെ മടയിൽ കയറി ആക്രമിക്കാൻ കാട്ടിയ ഒരു ധൈര്യം, അതൊന്നും കുറച്ചുകൂടി ഒരു അക്കാദമിക പരിവേഷമുള്ള നല്ല പ്രഭാഷകനാണ് VD സതീശൻ. തീർച്ചയായും സുധാകരനേക്കാൾ നല്ല പ്രഭാഷകനാണ്. വാഗ്ധോരണി ഒരുപക്ഷെ കൂടുതൽ ചടപടാലിറ്റി സുധാകരനാണ്. പക്ഷേ കാതലുള്ള കഴമ്പുള്ള സംസാരം VD സതീശൻ്റെതാണ്. പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, നിയമസഭയ്ക്ക് അകത്തും പുറത്തും അങ്ങനെയുള്ള നേതാവാണ് VD സതീശൻ. അപ്പോൾ കുറച്ച് ചാരിത്രമുണ്ട്, അദ്ദേഹത്തിന് കാമ്പുണ്ട്, കഴമ്പുണ്ട് പ്രസംഗത്തിന്. അങ്ങനെ അപൂർവം കോൺഗ്രസ് നേതാക്കളെ ഉള്ളൂ എന്ന് ഓർക്കണം. അതിലൊന്നാണ് VD സതീശൻ. ആ രീതിയിൽ നല്ലൊരു പ്രതിപക്ഷ നേതാവുമാണ്. ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്തുന്ന ഒരു നല്ല പ്രതിപക്ഷ നേതാവ് കൂടിയാണ് VD സതീശൻ. ആ VD സൗകര്യത്തിന് തകർക്കാനുള്ള നല്ല വഴി എന്താ? ധാർഷ്ട്യമുണ്ടെന്ന് പറയുക. ഒരാൾ പറഞ്ഞു, രണ്ടുപേര് പറഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു കമൻറ്റ് നെഗറ്റീവായിട്ടിട്ടു, ആ കമൻറ്റിൻ്റെ പുറത്ത് വീണ്ടും അതൊരു ട്രെൻഡിങ് ആയി വരും. നെഗറ്റീവ് കമൻറ്റുകൾ ഇങ്ങനെ കൂടി വരും. അതുപോലെയാണ് ഒരാൾക്ക് ധാർഷ്ട്യമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ അറിയുക പോലും ചെയ്യാത്ത ആൾക്കും ആ ധാർഷ്ട്യമുണ്ടല്ലേ. പണ്ട് ഏതോ ഒരു സിനിമയിൽ, എന്നെ കണ്ടാൽ എന്തെങ്കിലും തോന്നുമോ, സംശയമുണ്ടോ, എൻ്റെ മുഖത്തോട്ടൊന്ന് ആഞ്ഞ് നോക്കിക്കേ, സൂക്ഷിച്ച് നോക്കിക്കേ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് നോക്കിയാൽ കുഴപ്പമുണ്ട്. അങ്ങനെയാണ് എന്ത് കാര്യവും സൂക്ഷിച്ച് നോക്കിയാൽ ഉണ്ട്, കുഴപ്പമുണ്ട്. ധാർഷ്ട്യമുണ്ടോ? ഉണ്ടല്ലേ, ഉണ്ട്. അപ്പം അങ്ങനെ VD സതീശൻ കുഴപ്പക്കാരനായും ധാർഷ്ട്യക്കാരനായും ധിക്കാരിയായും VD സതീശൻ്റെ ഭവനം, അല്ലെങ്കിൽ ഔദ്യോഗിക ഭവനമായ കന്റോൺമെൻറ്റ് ഹൗസ്, പ്രതിപക്ഷത്തെ അംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക് പോലും ഒരു അഭയസ്ഥാനം അല്ലാതെയായിരിക്കുന്നു. കോൺഗ്രസ്സിന് VD സതീശനൊരു ബാധ്യതയായിരിക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്, മറ്റാരുമല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ സംഘടനാ സംവിധാനം ഒരു വഴിക്കും, VD സതീശൻ്റെ മറുപക്ഷത്ത് പരിഭവം എന്താണ്? സംഘടനാ സംവിധാനം ഒരു വഴിക്കും, എൻ്റെ പിന്നിൽ അണിനിരക്കേണ്ട, എന്നോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട KPCCയുടെ സംഘടനാ സംവിധാനം, ഇപ്പോൾ DCCകളുടെ സംഘടനാ സംവിധാനം, അവർ വേറിട്ട് ചിന്തിക്കുന്നു, വേറിട്ട് പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് നല്ലൊരു പ്രതിപക്ഷ നേതാവാകാൻ കഴിയുക എന്ന ചോദ്യവും VD സതീശൻ ഇതോടൊപ്പം തന്നെ ചോദിക്കുന്നുണ്ട്. ആത്മകഥമെന്ന നിലയിലും കോൺഗ്രസ്സുകാരോടും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആലിൻക പഴുത്ത് വരുമ്പോഴേ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറയുന്ന അതേ സ്ഥിതിയിലാണ്. കാരണം ഏതാണ്ട് ഭരണം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് ഇങ്ങനെയായി പോകുന്നതാണ് അവരുടെ ഒരു നാശം. വായിൽ പുണ്ണ് സാരമില്ല, ആൻറ്റിബയോട്ടിക് ഒക്കെ ഉണ്ട്. ആലിംഗ പഴുത്തു എന്നത് വ്യക്തമാണ്, പഴുത്തിരിക്കുകയാണ്. ഏത് നിമിഷവും ആലിംഗ താഴെ പോരും. കാക്കയ്ക്ക് കഴിക്കാൻ താല്പര്യവുമുണ്ട്. പക്ഷേ ഈ കാക്കക്കൂട്ടത്തിനാകെ
വായിൽ ക്യാൻസർ ആയാൽ എന്താ അവസ്ഥ? ഇതൊരു പടർന്നു പിടിക്കുന്ന, വളരെ പെട്ടെന്ന് പകരുന്ന തീവ്രമായ ക്യാൻസറായി ഈ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ വളരുന്നു. അത് നേതാക്കൾ തമ്മിൽ ഏറ്റവും അധികം അടുപ്പം ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന, നോക്കൂ ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കൂ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിന് വിജയിച്ചു വരാൻ പറ്റി രാഹുൽ മാങ്കൂട്ടത്തിന്. ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ഒക്കെ എത്രയോ തെറി വിളിച്ചു, അദ്ദേഹത്തിൻ്റെ നോമിനിയാണ്, അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ നോമിനിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വലിയ ആരോപണങ്ങളുണ്ടായി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാട്ടും പാടി ജയിച്ചു വന്നു. ഷാഫിക്ക് ലഭിച്ചതിനേക്കാൾ 3 ഇരട്ടി ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു. ചേലക്കരയിൽ പോലും ഭൂരിപക്ഷം, ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം 40,000-ഓളം വോട്ടിൽ നിന്നും 15,000 വോട്ടിലേക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ നല്ലൊരു തെരഞ്ഞെടുപ്പ് മാനേജർ കൂടിയായിരുന്നു വി ഡി സതീശൻ. അപ്പോൾ അംഗങ്ങളെല്ലാം ജയിച്ച ചേലക്കര തോറ്റു, പക്ഷേ തോൽവിയിലും തലയുയർത്തി നിൽക്കാവുന്ന ഒരു തോൽവിയാണ്, ഒരു നല്ല ചേകവരാണ്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇതാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. പക്ഷേ ഈ വായിൽ പുണ്ണ് അല്ലെങ്കിൽ വായിലെ ക്യാൻസർ അത് കൊണ്ടേ പോകൂ എന്നാണ് പലരുടെയും ചിന്ത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.